കെനിയയിലെ ഭൂപ്രദേശങ്ങളെ കണ്ടറിഞ്ഞ് കിലോമീറ്ററോളം നിറഞ്ഞുകിടക്കുന്ന കൈതത്തോട്ടങ്ങളിലൂടെയുള്ള ഈ യാത്ര മൺപാതകളിലൂടെ എത്തിച്ചേരുന്നിടം കാലങ്ങളായി മലയാളികളായ രണ്ട് മുതിർന്ന ശ്രേഷ്ഠ വൈദികർ തങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുന്ന ഒരു ആഫ്രിക്കൻ ഗ്രാമമായ ഡോന്യോ സബൂക്കിലേക്കാണ്. ഹായ് ജാംബോ ആഫ്രിക്ക. ഞാൻ ജേക്കബ് അച്ചാണ്ടി CMI. ഞാൻ പൗലോസ് പഴുങ്കാരൻ CMI. ഞങ്ങൾ രണ്ടുപേരും കെനിയയിലെ ഡോന്യോ ഗ്രാമത്തിൽ സേവനം ചെയ്യുന്നു. ഞാൻ ഡോന്യോ സഭയ്ക്കുള്ള പള്ളിയിലെ വികാരിയാണ്. ഞാൻ ഇവിടെയുള്ള കാർമൽ സെമിനറിയുടെ റെക്ടറാണ്. വലിയ തോട്ടങ്ങൾക്ക് നടുവിൽ ഒരു കൊച്ചു ഗ്രാമം. കേരളത്തിൽ നിന്ന് ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് വന്ന് ഇവിടുത്തെ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ദൈവത്തെ പങ്കുവച്ചു നൽകി ബലിയായി തീർന്ന ക്രിസ്തുവിനെ ആരാധിക്കാൻ ദേവാലയം നിർമ്മിച്ച് ഒരു ക്രിസ്തീയ സമൂഹത്തെ വാർത്തെടുത്ത മലയാളികളായ ഈ രണ്ട് CMI വൈദികരോടൊപ്പമാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ഫോർമേഷൻ രൂപം കൊള്ളുമ്പോൾ കാർമൽ സെമിനറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഫോർമേഷൻ സെൻറ്റർ ആദ്യത്തെ റെക്ടറായിട്ട് ഞാൻ നിയമിതനാകുകയാണ്. ഹ്യൂമൻ തലത്തിൽ ഒരു പ്രാവീണ്യം കുറവായതുകൊണ്ട് അന്ന് എന്നെ സംബന്ധിച്ച് ദൈവാനുഗ്രഹമാണെന്ന് പറയാം, എനിക്കൊരു പുസ്തകം ലഭിക്കുകയുണ്ടായി. അതായത് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം. അതിൻ്റെ പേര് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. അത് വായിച്ചതോടെ എങ്ങനെ ഹ്യൂമൻ തലത്തിൽ കുട്ടികളെ രൂപപ്പെടുത്തണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ബോധ്യമാകുകയും അതിനെ അടിസ്ഥാനമാക്കി ഹ്യൂമൻ ഫോർമേഷൻ ആരംഭിച്ചു, ക്യാരക്ടർ ഫോർമേഷൻ. തുടർന്ന് ക്രിസ്ത്യൻ ഫോർമേഷൻ, അതുപോലെ തന്നെ തുടർന്ന് റിലീജിയസ് ഫോർമേഷൻ. ഈ 3 തലത്തിലുള്ള ആ രൂപീകരണം ഇവിടെ ഡോന്യോ സഭയ്ക്കിൽ ഞാൻ നടത്തുകയാണ്. ഇന്ന് കെനിയയിൽ നിന്ന് 10 വൈദികർ CMI സഭയ്ക്കുണ്ട്. അവരെല്ലാവരും തന്നെ, ഒരാളൊഴിച്ച് എല്ലാവരും തന്നെ നമ്മുടെ ഡോന്യോ സബൂക്ക് സെമിനാരിയിലൂടെ എൻ്റെ കീഴിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കേരളത്തിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് പ്രധാന അധ്യാപകനായി വിരമിച്ച ശേഷമാണ് ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾക്കായി മിഷൻ ദേശത്തെ തൻ്റെ ഉത്തരവാദിത്വങ്ങളിലേക്കായി കെനിയയിലെ ഡോന്യോ സബൂക്കിലേക്ക് ജേക്കബ് അച്ചൻ കടന്നുവരുന്നത്. 23 വർഷക്കാലമായി തൻ്റെ ദൗത്യങ്ങൾ മനോഹരമായി നിർവഹിച്ചുകൊണ്ട് ഇവിടുത്തെ നവവൈദികർക്ക് വലിയ മാതൃകയായി പ്രിയപ്പെട്ട ഗുരു അച്ഛനായി 76ാമത്തെ വയസ്സിലും വളരെ ഊർജ്ജസ്വലതയോടെ ഈശോയുടെ മുഖമായി ജേക്കബ് അച്ചൻ ഇവിടെ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. കെനിയയിൽ റെക്ടറായി നിയമിതനായ അവസരത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുകയായിരുന്നു. എനിക്ക് വിസ അമേരിക്കയിലേക്കായിരുന്നു. അത് ലഭിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ തലേ ദിവസം ജോർജ് കളത്തിലച്ചൻ തൃശ്ശൂർക്ക് വന്നു. ഇതും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് അവിടെ വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വിസ വാങ്ങിക്കാനായിട്ട് ചെന്നൈയിലേക്ക് പോവുകയാണ് നാളെ. അപ്പോൾ അതിൻ്റെ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ, ഞങ്ങളൊരു ബാച്ചാണ്, അച്ഛൻ വളരെ സന്തോഷത്തോടെ എൻ്റെ തലയിൽ കൈവച്ചു. ഉടനെ തന്നെ കൈയെടുത്ത് പറഞ്ഞു, അച്ഛോ ഈ വിസ ലഭിക്കില്ലല്ലോ, അതുകൊണ്ട് ഒരിക്കലും വിഷമം വിചാരിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഫിലിപ്പൈൻസ് 4:4 വായിക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് വായിച്ചു. അത് വായിച്ചത് ഇങ്ങനെയാണ്: ദൈവത്തിൽ സന്തോഷിക്കുവാൻ എപ്പോഴും സന്തോഷിക്കും. അത് ഉൾക്കൊണ്ട് പിറ്റേ ദിവസം എൻ്റെ കൂടെ വേറൊരു അച്ഛനും കൂടി, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേ ഡോക്യുമെൻറ്റ്സായിട്ട് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തു. രണ്ടുപേരും, അച്ഛന് വിസ കിട്ടി, എനിക്ക് വിസ കിട്ടിയില്ല.
അപ്പോൾ എനിക്ക് സന്തോഷത്തിനൊരു കുറവില്ല, കാരണം അച്ഛൻ തലേ ദിവസം പറഞ്ഞുകൊണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ അവിടെ ആരോടും പറഞ്ഞില്ല. എന്നെ നിർബന്ധിച്ച് 3 പ്രാവശ്യം അമേരിക്കൻ സെനറ്റേഴ്സിൻ്റെ എഴുത്തുകളൊക്കെ ആയിട്ട് പോകാൻ ആവശ്യപ്പെട്ടു. ഞാൻ പോയി. 3 പ്രാവശ്യം അവർ ഡിനൈ ചെയ്തു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നുള്ളത് ഞാനിവിടെ റെക്ടറായി സ്ഥാനമേറ്റപ്പോൾ എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ എന്നും ആ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഈ കാര്യങ്ങൾ എന്നും നിർവഹിച്ചു, ഇന്നും അങ്ങനെ തന്നെ നിർവഹിച്ചു പോരുകയാണ്. വിളവധികവും വേലക്കാർ ചുരുക്കവുമായ ആഫ്രിക്കയിലെ ദൈവജനത്തിന് അവരിൽ നിന്ന് തന്നെ ദൈവവിളികൾ ഉയർന്നപ്പോൾ നീണ്ട നാളത്തെ തൻ്റെ അധ്യാപന മേഖലയിലെ പ്രവൃത്തി പരിചയവും അറിവുകളും ചേർത്ത് ആധ്യാത്മികമായി, ഭൗതികമായി, മാനുഷികമായി, അജപാലനപരമായി എങ്ങനെ ഒരു ക്രൈസ്തവ പുരോഹിതനായി മാറുകയെന്ന് ദൈവവിളിയുമായി വരുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയാണ് ഇവിടെ ജേക്കബ് അച്ഛൻ. മത്തായി 28:20 ഐ ആം വിത്ത് യു അൺടിൽ ദ എൻഡ് ഓഫ് ടൈം. ഈ വാചകം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ മന്ത്ര ആണ്. ഏതവസരത്തിലും ഈ വാചകം ഞാൻ ഓർക്കുകയും വളരെ നിർഭയനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ മഴക്കാലത്ത് കുർബാനയ്ക്ക് പോയത് ഒരു ദിവസം. കുർബാന കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ചെളിയുള്ള സ്ഥലത്തൂടെ പോരണം, കൈതത്തോട്ടത്തിൽ കൂടെ പോരണം. അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പമുണ്ടായില്ല. ഇങ്ങോട്ട് പോന്നപ്പോൾ വൈകുന്നേരമാണ്. എനിക്ക് സ്വല്പം സംശയം തോന്നി, വെള്ളത്തിൽ കൂടെ കടക്കുമോ, സ്റ്റക്ക് ചെയ്യുമോ എന്നുള്ള സംശയം തോന്നി. പക്ഷേ ഞാൻ ധൈര്യത്തിൽ കടന്നു. അവിടെ വണ്ടി സ്റ്റക്കായി. രാത്രി ആയതുകൊണ്ട് ആരും ഇനി സഹായിക്കാൻ വരുമോ എന്നുള്ള പേടിയുണ്ടായി. അപ്പോഴും ഐ ആം വിത്ത് യു അൺടിൽ ദ എൻഡ് ഓഫ് ടൈം അതെൻ്റെ ഓർമ്മയിൽ വരികയാണ്. 1 മിനിറ്റിനുള്ളിൽ 3 മോട്ടോർ സൈക്കിളും മുന്നിലും 3 മോട്ടോർ സൈക്കിളും പുറയിലും വരികയാണ്. അതെല്ലാ സൈക്കിളും 2 പേര്. ഇവർ വന്നിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇടവക്കാരായതുകൊണ്ട് അവർ പറഞ്ഞു, അച്ഛനെന്ത് പറ്റി? അവർ പറഞ്ഞു, ഞങ്ങൾ സഹായം തള്ളാം എന്ന് പറഞ്ഞു. അവരിറങ്ങി എന്നോട് സൈഡ് കാണിച്ചു, ഇന്ന സ്ഥലത്തോടെ എടുത്തോളം പറഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് ആ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞ് പോന്നു. ഇതൊരു സംഭവം മാത്രമല്ല, ഇത് തുടർന്ന് ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നത് ഈ കഴിഞ്ഞ ഡിസംബറിൽ വലിയ മഴയായിരുന്നു. അപ്പം മഠത്തിൽ കുർബാന കഴിഞ്ഞ് പോരുമ്പോൾ അവരൊക്കെ പറഞ്ഞു, ഇനിയെങ്ങും പോകണ്ട, ഈ മഴയായിരുന്നു, വണ്ടികളും പോവില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ വാചകം ഞാൻ ഓർക്കുകയാണ്, ഐ ആം വിത്ത് യു അൺടിൽ ദ എൻഡ് ഓഫ് ടൈം, വൈ ഡു യു ഫിയർ. നേരെ 3 സ്ഥലത്ത് കുർബാനയുണ്ട്. നേരെ ഞാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു വണ്ടിയും വരുന്നില്ല. കാരണം വരുന്ന വണ്ടികളൊക്കെ സൈഡായി പോവുകയാണ്, ചെളിയിലൂടെ സ്ലൈഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഞാൻ പോകുന്ന അവസരത്തിൽ എന്നെ ഒരു സ്ഥലത്തും എനിക്ക് നിൽക്കേണ്ട ആവശ്യം വന്നില്ല. നിർത്താതെ ഞാൻ ചെന്നു. ആദ്യത്തെ പള്ളിയിൽ കുർബാന ചൊല്ലി. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവർ പറഞ്ഞു, ഇനി പോകണ്ടെന്നാ തോന്നുന്ന അച്ഛൻ, തിരിച്ചും തോന്നുന്ന സഭയ്ക്കിൽ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഈ വാചകം എന്നെ ഓർമ്മിപ്പിക്കുക. 3ാമത്തെ സ്ഥലത്തേക്ക് ഞാൻ പോവാണ്. അവിടെ പോകുമ്പോൾ ഒരു ലോറി സൈഡ് കിടക്കുന്നുണ്ട്, പിന്നെ കാറ് സൈഡിൽ കിടക്കുന്നുണ്ട്, ഒരു വണ്ടിയും വരുന്നില്ല. ആളുകൾ അച്ഛൻ എങ്ങടെ പോണേ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കില്ല. ഞാൻ എൻ്റെ പള്ളിയിൽ മാത്രമേ എൻ്റെ ശ്രദ്ധയുള്ളൂ. ഇതാ ഞാൻ പോണു, ഒരു പ്രശ്നം ഒരു സ്ഥലത്തും നിർത്താതെ ഈ പള്ളിയിൽ ചെല്ലുകയാണ്. അങ്ങനെ അവിടെയും കുർബാന ചൊല്ലി. അവർക്ക് അത്ഭുതമായി. അങ്ങനെ അച്ഛൻ വരില്ല എന്ന് വിചാരിച്ചിട്ട് അവർ ശുശ്രൂഷ തുടങ്ങാൻ ആരംഭിക്കുകയായിരുന്നു. പക്ഷേ എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഒരു പ്രയാസമില്ലാതെ ദോഞ്ഞ സഭയ്ക്കിൽ നമ്മുടെ ഹൗസിലെത്തി. അപ്പോൾ ഈ രീതിയിൽ ഈ അനുഭവം ഇന്നും എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 5-6 കൊല്ലം മുമ്പ് മൊംബാസയിൽ നമ്മുടെ എല്ലാ അച്ഛന്മാരും കൂടി ഒന്നിച്ചുകൂടി. അവിടെ ക്യാപ്റ്റൻ സിംഗ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നു. ക്യാപ്റ്റൻ സിംഗ് സിഖുകാരനാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയായി ഇപ്പോൾ വലിയ പ്രസംഗകനായിട്ട്, എവാഞ്ചലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് മൊംബാസയിൽ.
അദ്ദേഹം ക്ലാസ് എടുത്തു, നമ്മുടെ ദൈവവിളികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അച്ഛന്മാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കാണാൻ കുഴപ്പമില്ല. ഞാൻ സാധാരണ പോകാറില്ല, പക്ഷേ ഇദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് കണക്കാക്കി ഞാൻ ചെന്നു. അപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും ഈ ചിന്തയുണ്ട്, ഐ ആം വിത്ത് യു അണ്ടിൽ ദ എൻഡ് ഓഫ് ടൈം. അവിടെ ചെന്ന് ഇദ്ദേഹം കൊന്തയല്ലാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു. അദ്ദേഹം എടുത്ത വഴിക്ക് എന്നെ ആദ്യം പറഞ്ഞത്, ദൈവം അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അച്ഛൻ കുറേ അധികം ആളുകളെ സഹായിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ ടീച്ചറായിരുന്നു പറഞ്ഞു. അന്ന് അത് തന്നെയാണ്, ഒരുപാട് കുട്ടികളെ അച്ഛൻ സഹായിച്ചിട്ടുണ്ട്, ദൈവം അച്ഛനെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആവേശം കൊള്ളിച്ചു. കാരണം ഈ ചിന്ത എപ്പോഴും ഉണ്ട്, ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാൻ അവിടുത്തോട് കൂടെ ആയിരിക്കുക, അതിന് മാത്രം ഞാൻ ശ്രമിക്കുക. അത് പറഞ്ഞ് അതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ 2 കൊല്ലം കഴിഞ്ഞാൽ പോകണം എന്നുള്ളൊരു താല്പര്യം മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, 2 കൊല്ലം കഴിഞ്ഞാൽ പോകണം എന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട്, അത് കയ്യിലിരുന്നാൽ മതി, ദൈവം പറയുന്ന പോലെ ചെയ്താൽ മതി, അല്ലാണ്ട് അച്ഛനല്ല ഇതിൽ തീരുമാനമെടുക്കണ്ടേ. അന്ന് തന്നെ ഈ പോകാനുള്ള തീരുമാനം ഞാൻ മാറ്റി. ഇപ്പോൾ ഇതുവരെ 22 കൊല്ലമായി. ഇനിയും പോകാനുള്ള തീരുമാനം ഞാൻ എടുക്കണില്ല, അത് ദൈവത്തിൻ്റെ തീരുമാനമായിട്ട് വരുമ്പോൾ ഞാനത് സ്വീകരിക്കും, സന്തോഷത്തോടെ സ്വീകരിക്കും, പോവുകയും ചെയ്യും. ഇതിന് ഒരുക്കമായിട്ട് ഒരച്ഛനെ, ഇവിടുത്തെ കെനിയൻ അച്ഛനെ നമ്മൾ ഒരുക്കി ട്രെയിനിങ് കൊടുത്തു. അദ്ദേഹം ഇപ്പോൾ ഇടവകയിൽ ജോലി ചെയ്യാണ്. ആ ജോലിക്ക് ശേഷം ഇവിടെ ധോന്യ സഭയ്ക്ക് ആസ്പിറൻസ് റെക്ടറാകും. ആ അവസരത്തിൽ എനിക്കത് ഒഴിയാനും ഇവിടെ തന്നെ കുറച്ച് നാൾ കൂടി അവരെ സഹായിക്കാനും എനിക്ക് വളരെ തയ്യാറാണ്. സന്തോഷം. ഞാനിവിടെ വന്നിട്ട് 3 കൊല്ലമായി. ഈ ഇടവക ആരംഭിക്കുന്നത് 2010-ലാണ്. ഇവിടെ നമ്മൾ ഇടവക ആരംഭിക്കാനുള്ളൊരു കാരണം, ഈ ഇരിക്കുന്ന ഹൗസ്, ഇവിടെ 2 അച്ഛന്മാരും അതുപോലെ വൈദികരാകാനായിട്ട് ആദ്യത്തെ കൊല്ലം വിദ്യാർത്ഥികളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് ഇവിടെ താമസിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട്, 2 അച്ഛന്മാരും ഇവിടെ ഉള്ളത് കൊണ്ടും ഇവിടെ ഒരു ഇടവക വേണം എന്ന് ഇവിടുത്തെ ബിഷപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ ആരംഭിച്ചതാണ് ഈ ഇടവക. അല്ലെങ്കിൽ ഇത് മുമ്പ് ഗുങ്ക എന്ന് പറയുന്ന ഇടവകയുടെ കീഴിലായിരുന്ന ഒരു ഔട്ട് സ്റ്റേഷൻ മാത്രമായിരുന്നു. ഈ ഔട്ട് സ്റ്റേഷൻ ഇപ്പോൾ വളർന്ന് വികസിച്ച് ഒരു ഇടവകയായി. ഇതിന് കീഴിൽ 14 നടത്തുപള്ളികൾ ഇപ്പോഴുണ്ട്. ഈ നടത്തുപള്ളികൾ 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ടുള്ള കാരണം, മഴക്കാലത്ത് ഒരിക്കലും ഈ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റില്ല. മഴക്കാലം കഴിഞ്ഞാൽ റോഡുകൾ ശരിക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്ഥലത്ത് ബുദ്ധിമുട്ടാണെങ്കിലും, അവിടേക്ക് എത്താൻ ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങളുടെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ എത്തും. അങ്ങനെ കുർബാനകളൊക്കെ ചൊല്ലി മാമോദിസകൾ കൊടുത്ത് ജനങ്ങളെ വീടുകളിൽ പോയി സന്ദർശിച്ച് അവർക്ക് രോഗിലേപനം നൽകി അങ്ങനെ ഞങ്ങൾ ഇവിടെ സേവനം ചെയ്യുന്നു. ഈ ഇടവകയുടെ വികാരി എന്നുള്ള നിലയ്ക്ക് ഞാനെപ്പോഴും ഇവിടെ പ്രവർത്തന നിരതനാണ്. ഒരു സമയവും വെറുതെ ഇരിക്കാൻ പറ്റിയൊരു അവസരം ഞാൻ കാണുന്നില്ല. കാരണം എപ്പോഴും നമുക്ക് ജനങ്ങളിൽ നിന്ന് വിളി വരും. ഒന്നുകിൽ കുർബാനയ്ക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ മാമോദിസ കൊടുക്കാൻ, അല്ലെങ്കിൽ മറ്റ് രോഗിലേപനം കൊടുക്കാൻ, അല്ലെങ്കിൽ കുർബാന. എല്ലാ ഞായറാഴ്ചയും എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് എത്താൻ സാധിക്കില്ല.
അപ്പോൾ കുർബാനയ്ക്ക് വീടുകളിൽ കുർബാന ഞങ്ങൾ ചൊല്ലും, അതുപോലെ പ്രാർത്ഥന സമൂഹങ്ങളിൽ കുർബാന ചൊല്ലും. കുർബാന ചൊല്ലുന്ന സമയത്ത് ധാരാളം ജനങ്ങൾ വരും. തലേ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത മിക്കവരും തന്നെ അവിടെ എത്തും. പ്രത്യേകിച്ച് വയസ്സായവരും അതുപോലെ സ്ത്രീകളും കുട്ടികളൊക്കെ വരും. അവരൊക്കെ അതിൽ പങ്കെടുത്ത് അവർ വേണ്ട ആത്മീയ ഉണർവ് നേടി തിരിച്ചു പോകും. ഇങ്ങനെയുള്ള അവസരത്തിൽ അവർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും. വണ്ടിക്ക് പോവുകയാണെങ്കിൽ പെട്രോളിനുള്ള പൈസ അവർ പിരിച്ചു തരും. അതുപോലെ അച്ഛന്മാർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ അവർ അപ്പോൾ ഞങ്ങൾക്ക് നേർച്ച രൂപത്തിൽ ഞങ്ങൾക്ക് തരും. ഇങ്ങനെ ഉള്ള സേവനം ഞങ്ങൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. അതിൽ വികാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ കൃതജ്ഞത അറിയിക്കുകയാണ് ദൈവത്തോട്. കാരണം അവിടെ നിന്നാണ് എനിക്ക് ശക്തി നൽകുന്നത്. അവിടുന്ന് അല്ലാതെ വേറെ ഒരു ആശ്രയവും എനിക്കില്ല. അവിടുന്ന് ആശ്രയിച്ചാൽ എല്ലാം നമ്മളെക്കൊണ്ട് എന്നെക്കൊണ്ട് അവിടുന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യിക്കും എന്നുള്ള വളരെ നല്ല ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇന്ത്യയിലെ സാഗർ മിഷനിൽ നീണ്ട നാളത്തെ സേവനത്തിനും ശുശ്രൂഷകൾക്കും ശേഷമാണ് പൗലോസ് അച്ചൻ കെനിയയുടെ ഡോന്യോസ് സബൂക്കിൽ അജപാലന ശുശ്രൂഷയ്ക്കായി കടന്നുവരുന്നത്. 1996 അത്. 27 വർഷത്തോളമായി ഇവിടങ്ങളിൽ അനേകരെ ക്രിസ്തുവിനോട് ചേർത്തു നിർത്താനായി പൗലോസ് അച്ചൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. So she is the secretary to our church, and also is by profession he is a teacher, and he is doing very nice in our faith. He is very active in the church. Yes, we are very happy to have the CMI fathers here with us, serving us, and we are so grateful to God for that. Our fathers are also conducting prayers on Fridays for deliverance and healing, and our Christians are participating, though as a start we are not attending so many of us, but we are picking, and sooner or later we shall be a full house. So this is our chairman, very active and very nice. He is doing very good to the church, for the development of the church and for the development of the faith. He is very good. My name is Anton Chalo. I'm the director of the choir in this Nonyesabu or St. Joseph Catholic Choir. I'm leading about 14 choirs in our parish as a director. I'm very glad in this morning having a mass with our Father Paulos, and I'm also happy for having CMI fathers with us for uplifting the faith in our area and also in our parish. So we are very grateful and we are happy. ഇവിടെ വന്ന് 2 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഞാനും വികാരിച്ചനും കൂടി മച്ചാക്കോസിലേക്ക് പോവുകയായിരുന്നു. കാലത്ത് 8:30 മണിക്ക് പോകുന്ന സമയത്ത് 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു കാറ് പിറയിൽ നിന്ന് വരുന്ന കണ്ടു. അവർക്ക് സൈഡ് കൊടുത്തെങ്കിലും അവർ കാറ് മുന്നിൽ നിർത്തി
തോക്ക് കാണിച്ച് എന്നോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ ഇരുന്നു. താക്കോല് കൊടുക്കാൻ പറഞ്ഞു കാറിൻ്റെ. ഞാൻ കൊടുത്തില്ല. അവരെന്നെ കാറിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇട്ടു. അങ്ങനെ ചെറിയ രീതിയിൽ എന്നോട് പെരുമാറി. താക്കോല് കൊടുത്തു. കാറുമായിട്ട് അവർ പോയി. ഞങ്ങൾ രണ്ടുപേരെയും അവർ വന്ന ഒരു പേട്ട കാറിൽ കയറ്റി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പോകുന്നത് ഞങ്ങളുടെ ഇടവക പള്ളിയുടെ സമീപത്തൂടെ പോകുന്നത്. ഞങ്ങളോട് പറഞ്ഞു, മിണ്ടാൻ പാടില്ല, മിണ്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ല് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇടവക ആളുകളൊക്കെ അതിൽ പോകുന്നുണ്ട്. അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഏതായാലും മിണ്ടാതെ ഇരുന്നു. ഉടനെ തന്നെ കൈ രണ്ടും പെറയിൽ കെട്ടി അവർ തലയിൽ ഒരു മുണ്ടൊക്കെ ഇട്ട് ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്ഥലത്ത് എത്തി. എവിടെയാണെന്ന് കൃത്യം അറിയാൻ പറ്റില്ല, എങ്കിലും ഈ ഇടവയിൽ തന്നെയാണ്. അവിടെ ചെന്ന് ഞങ്ങളെ കാറിൽ നിന്ന് ഇറക്കി അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി. അവിടെ 5 മണിക്കൂർ, കാലത്ത് ഒരു 9 മണിക്ക് ചെന്നതാണ്. വൈകുന്നേരം ഒരു 3 മണിയോടുകൂടി അവിടെ നിന്ന് ഞങ്ങളെ ഇറക്കുകയാണ്. ഭക്ഷണം അതൊന്നും തന്നില്ല. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, ഷർട്ടടക്കം കണ്ണാടിയും എല്ലാം അവരെടുത്തു. പക്ഷേ പാൻറ്റും ബനിയനും അവർ ഒന്നും ചെയ്തില്ല. അപ്പം അങ്ങനെ ഈ കാറ് അതിൻ്റെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. 3 മണി അവിടെ നിന്ന് ഇറക്കി വീണ്ടും ഈ വഴിയിലൂടെ കടന്ന് ഞങ്ങളെ ഒരു കാട്ടിൽ കൊണ്ടുവന്നു. അവിടെ മരത്തേൽ കെട്ടിയിട്ടു. അവിടെ നിന്ന് ഈ കാറ് പോയി ആ സ്വരം കേട്ടപ്പോൾ ഞങ്ങൾ കൈയൊക്കെ അഴിച്ച് ഇറങ്ങി നോക്കിയപ്പോൾ ഈ സ്ഥലം നമ്മുടെ പരിചയമുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ദോൻസബക്കിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അകലെയാണ്. നടക്കാൻ തുടങ്ങി. ചെരുപ്പില്ല എങ്കിലും നടക്കാൻ തുടങ്ങി. വഴിയിലൂടെ നടന്ന് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറെ വീട്ടിൽ എത്തി. അദ്ദേഹം ഞങ്ങളെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക്, ദോൻസബക്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു. അവരന്വേഷിക്കാമെന്ന് പറഞ്ഞു. അന്വേഷിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. കാറ് നഷ്ടപ്പെട്ടതിൽ വലിയ ദുഃഖമില്ല, അത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ ദൈവത്തിന് സേവനം ചെയ്യാൻ വന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതായിട്ട് ഞാൻ കണക്കാക്കി. പക്ഷേ ഈ സംഭവം വളരെ ഗൗരവമാണെന്ന് പിറ്റേ ദിവസം എനിക്ക് മനസ്സിലായത്. ഇടവക ജനങ്ങൾ മുഴുവനും കാലത്ത് വന്നു ഞങ്ങളെ കാണാൻ, രണ്ടുപേരെയും കാണാൻ വേണ്ടി വന്നു. അവർ പ്രത്യേക സമ്മാനങ്ങളുമായിട്ട് വന്നേ. പാൻസ്, ഷർട്ട് അതെല്ലാം ഞങ്ങൾക്ക് നൽകി. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ സഹായങ്ങളും നൽകി. തുടർന്ന് കുർബാന സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് എൻ്റെ ഈ സംഭവം എന്നെ പഠിപ്പിച്ച പാഠം. അവിടെ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഒരു വാചകം ഉണ്ട്. ആ വാചകം ഇതാണ്: ഐ ആം വിത്ത് യു അൺടിൽ ദ എൻഡ് ഓഫ് ടൈം. ഞാൻ ലോകാവസാനത്തോളം, ജീവിതത്തിൻ്റെ അവസാന കാലത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് വളരെ സന്തോഷം നൽകിയ ഒരു അനുഭവമായി. ഇതാണ് ഈ സംഭവത്തിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളേണ്ട പാഠമെന്ന് മനസ്സിലാക്കി. അത് എൻ്റെ ജീവിതത്തെ, ഇവിടെയുള്ള അതിന് ശേഷമുള്ള ആ ജീവിതത്തെ മുഴുവൻ സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് എവിടേക്ക് യാത്ര ചെയ്യുമ്പോഴും ഈ വാചകം ഞാൻ ഓർക്കും. ഈ വാചകം ഓർക്കും ചെയ്യും. അത് പോയി സ്ഥലം ചെല്ലുമ്പോൾ വീണ്ടും ഓർക്കും. അങ്ങനെ ഇത് എൻ്റെ ജീവിത മന്ത്രമായിട്ട് മാറിയിരിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും വകവയ്ക്കാതെ എന്നും കൂടെയുള്ള കർത്താവിൻ്റെ കരം പിടിച്ച് ഭൂഖണ്ഡങ്ങൾക്കിപ്പുറം വന്ന് ക്രിസ്തുസാക്ഷികളായി മാറുന്ന ഈ 2 മലയാളി വൈദികർ സഭയുടെ തിളങ്ങുന്ന വിശുദ്ധ താരങ്ങൾ തന്നെയാണ്.